ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നല്ലോണം വാടി ഇതാവൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചെറിയൊരു കളർ മാറ്റം വന്നാൽ മതി. ആ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വേപ്പിലയും പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത്, ഇഞ്ചി 1 ടേബിൾ സ്പൂണ്, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണ്, പച്ചമുളക് 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 3-4 പച്ചമുളക്, അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്നുകൂടെ വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതുപോലെ ചിക്കൻ മസാല. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ചിക്കൻ മസാല, അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വലിയ തക്കാളി ആയതുകൊണ്ട് 1 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചേർക്കുമ്പോൾ മീഡിയം സൈസുള്ള 2 തക്കാളി ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ മതിയിട്ടാ. അതിന് ശേഷം എല്ലാ പ്രഷറും പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പം എല്ലാ പ്രഷറും പോയിട്ടുണ്ട്, കണ്ടില്ലേ? ഉള്ളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോയുടെ ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. ചെറുതാക്കി മുറിച്ചിട്ട് 1 കിലോയുടെ ചിക്കൻ ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ, വീണ്ടും 1 വിസിൽ തന്നെ മതി, കൂടുതൽ വിസിൽ വേണ്ട. അപ്പോൾ ചിക്കൻ കൂടുതലായിട്ട് വെന്ത് പോകും. ഇപ്പോൾ 1 വിസിൽ വന്നതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ചിക്കൻ കറി, ഈസി ബീസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാവുക ഈ കറി. നിങ്ങൾക്ക് ഗ്രേവി തീരെ വേണ്ടെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കർ തുറന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ വറ്റിച്ചെടുത്താൽ മതി. അധികം ഗ്രേവി ഒന്നും ഇല്ല. നമുക്കിപ്പോൾ ചപ്പാത്തി, പൊറോട്ട, പത്തിരി, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു റെസിപ്പി